നമ്മൾ താമസിക്കുന്നത് ടൗണിനോട് ചേർന്ന് വളരെ അടുത്താണെങ്കിലും ഈ ഞായറാഴ്ച ദിവസം ആകുമ്പോഴില്ലേ സ്കൂളും ട്യൂഷൻ സെൻറ്ററും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര നിശബ്ദതയാണ് രാവിലെ എഴുന്നേറ്റാൽ. പിന്നെ കൂടാണ്ട് ഞായറാഴ്ച ദിവസം നമുക്കൊരു അലസത ഉണ്ടാവുമല്ലോ, സ്കൂളിലെ ഇല്ലെങ്കിൽ പിന്നെ തട്ടലും മുട്ടലെല്ലാം ആയിട്ട് കിച്ചണിൽ രാവിലെ മുതൽ പണി തുടങ്ങും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം വെറുതെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ചേനയില്ല ഓക്കെ അതിങ്ങനെ പൂത്ത് നുലഞ്ഞ് നിൽക്കുന്നത് കണ്ടത്. അപ്പം മൂത്തമ്മ വന്ന ദിവസം കൂടിയാണ്. അപ്പോൾ എന്താക്കി, ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാം, ഏതായാലും നമുക്കിത് നിന്ന് നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ ചേനൻ്റെ ഇല നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയില്ലേ അത് നിങ്ങൾക്ക് തോലോടെ വേണമെങ്കിൽ ആ രീതിയിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ആ ഒരു മണം വരുന്ന സമയത്ത് നമ്മൾ മിക്സാക്കി വെച്ച ആ ഒരു ചേനൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് കുറച്ച് എന്താ പറയുക തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ ഒരു ചേനൻ്റെ ഇലയിൽ നിന്ന് കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചേനയിലെ തോരൻ റെഡിയായി. ഞാൻ കുറേ കാലം മുമ്പ് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് ഈ ഒരു റെസിപ്പി എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത്, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്, നല്ല ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കല്ലോ. അപ്പോൾ സീ വിത്ത് അടുത്ത വീഡിയോ. ബൈ.